നമസ്കാരം സാർ. നമസ്കാരം. അഴിമതി മുങ്ങിക്കുളിച്ചു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ സർക്കാർ. പുതിയ UDF സർക്കാരിന് ഒരു പുതിയ വകുപ്പ് തന്നെ സൃഷ്ടിക്കേണ്ടി വരുന്നുണ്ട്. അതായത് അതിനൊരു മന്ത്രിയെ കൊടുക്കണം, കഴിഞ്ഞ മന്ത്രിസഭയിലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ. ഇത്തരത്തിലായി പോകുന്നു കാര്യങ്ങൾ. പുതിയ അഴിമതി, നമ്മുടെ മുന്നിലേക്ക് വരുന്ന പുതിയ അഴിമതി എന്ന് പറയുന്നത് മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. 210 കോടി രൂപയുടെ അഴിമതി എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. എന്തു പറയുന്നു സാർ കഴിഞ്ഞ സർക്കാരിന്റെ ഈ ഒരു പ്രവർത്തനത്തെ വച്ച് വിലയിരുത്തുമ്പോൾ? അല്ല, ഹരീഷ്ണൻ പറഞ്ഞ കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ചോദിച്ചാൽ അഴിമതിയിൽ വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച ഒരു ഗവൺമെൻറ്റായിരുന്നത്. എല്ലായിടത്തും അഴിമതിയാണ്, ഞാൻ സംശയിക്കുകയേ ചെയ്യേണ്ട കാര്യമില്ല. അഴിമതിയിലും അരാജകത്വത്തിലും വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച ഒരു ഗവൺമെൻറ്റാണ്. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് മുന്നിലുള്ള ദൗത്യം, ഇപ്പോൾ എല്ലാവരും മന്ത്രിമാരാണ്, അവർക്ക് പോലീസ് എസ്കോർട്ടുണ്ട്, മുന്നേ ദേശീയ പതാക പാറുന്നുണ്ട്, ഔദ്യോഗിക വസതിയുണ്ട്. 5 വർഷം കഴിയുമ്പോൾ കണക്ക് ചോദിക്കും ജനങ്ങൾ. നിങ്ങളെ ഞങ്ങൾ അധികാരത്തിലേറ്റിയത് കഴിഞ്ഞ 10 വർഷം ഈ സംസ്ഥാനം ഭരിച്ചു മുടിച്ച ഒരു സംവിധാനത്തിന് എതിരെ ഞങ്ങൾ പ്രതികരിച്ചതാണ്. നിങ്ങൾ അവരോടൊപ്പമാണോ, നിങ്ങൾ ജനങ്ങളോടൊപ്പമാണോ? ഇതാണ് VD സതീശൻ മറുപടി പറയേണ്ട ചോദ്യം. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണോ, നിങ്ങളുടെ അനിയൻ ബാവായും ചേട്ടൻ ബാവായും നിയമസഭയിൽ കളിച്ച് അവരെ സംരക്ഷിക്കാനാണ് ഇറങ്ങുന്നത്? ഇതിന് മറുപടി പറയേണ്ടി വരും. കാരണം ഒരു തേർഡ് ഫോഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇന്നലെ വരെ മറ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. BJP എന്ന് പറയുന്നൊരു പാർട്ടി ദുർബലമായിട്ടാണെങ്കിലും വരുന്നുണ്ട്. കാരണം നല്ലൊരു നേതാവിനെ കിട്ടിയ ആ ചിത്രം മാറുമായിരുന്നു. അത് വരട്ടെ. പക്ഷേ എന്തായാലും ശരി, ഈ ഗവൺമെൻറ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, പ്രതിസന്ധി, കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത തെറ്റുകൾ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് കുറ്റവാളികളെ അകത്താക്കുമ്പോഴല്ലേ ഹരീഷ്ണ വരുന്നുള്ളൂ, ഇല്ലേ? അപ്പോൾ ഇവരൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പറയാൻ ആർക്കാ പറ്റാത്തത്? പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട്. പിണറായി വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ പ്രതികരിക്കാനും എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് ചുമതലയില്ലേ, ഇല്ലേ? കേരളിൻ്റെ കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ, കുഴിച്ചിട്ട മഞ്ഞക്കുറ്റിയുടെ കോൺട്രാക്ട് കൊടുത്തതിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ, മന്ത്രിമാർ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പറയണം. അല്ല, അടുത്ത പ്രാവശ്യം അവർ വന്ന് ഞങ്ങളുടെ അഴിമതിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളും എന്ന് പറഞ്ഞുള്ള അനിയൻ ബാവ ചേട്ടൻ ബാവ കളി നടത്തിയാൽ 2 അപകടമാണ് VD സതീശനെ കാത്തിരിക്കുന്നത്. നമ്പർ 1, സോഷ്യൽ മീഡിയ. പൂരിക്കും സോഷ്യൽ മീഡിയ. ഇന്ന് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകളും ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് വരും. സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു സ്വാധീനമാണ് വരുന്നത്. മനോരമയും മാതൃഭൂമിയും പറയുന്നൊന്നും ആരും കേൾക്കുന്നില്ല. മനോരമ ആകപ്പാടെ 15 ലക്ഷം കോപ്പി അടിക്കുന്നുണ്ട്, 10 ലക്ഷം പോലും വായിക്കുന്നില്ല. മാതൃഭൂമി എത്ര അടിക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ, അത്യാവശ്യം ആരും വായിക്കുന്നില്ല. അത് നമുക്ക് പറയാം. പിന്നെ ഏത് പത്രത്തിനാണ് സ്വാധീനിക്കാൻ കഴിയുന്നത്? ഇവിടുത്തെ ചില സോഷ്യൽ മീഡിയകൾക്ക് മാത്രം 30 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള സോഷ്യൽ മീഡിയ ഉണ്ട്, 25 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള സോഷ്യൽ മീഡിയ ഉണ്ട്. പലരുടെയും വ്യൂസിനെ നോക്ക്, 5 ലക്ഷം 4 ലക്ഷം 3 ലക്ഷം ആളുകളാണ് ഒരു സുപ്രഭാതത്തിൽ ഇത് വായിക്കുന്നത്. ഇത് ഓൺ റെക്കോർഡാണ്, കിടക്കുകയാണ്, നിയമസഭാ രേഖ പോലെ കിടക്കുകയാണ്. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യാം. അതുകൊണ്ട് ഈ അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇവിടെ വന്ന പ്രശ്നം, ഇപ്പം മെസ്സിയുടെ കാര്യമല്ലേ എന്നോട് ചോദിച്ചത്. അഴിമതിയുടെ കാര്യം പറഞ്ഞ ഒരു പക്ഷേ മെസ്സിയുടെ കാര്യമായിരിക്കും. വേറെ വിഷയമുണ്ട്, അപ്പം വേറെ കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ വിഷയം എടുത്തിരിക്കുന്നത് മെസ്സിയുടെ വിഷയം. ഈ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആരാണ്? ഒരു ചാനലല്ലേ? ഈ ചാനലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? വനത്തിൽ നിന്ന് തടി മോഷ്ടിച്ച് കൊണ്ടുപോയതിനെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് തടിക്കള്ളൻ എന്നാണ്. ഞാൻ ഫോറസ്റ്റിനടുത്ത് ആളാണ്, കോന്നി തൊട്ടടുത്ത് ഫോറസ്റ്റാണ് ഉള്ള സ്ഥലമാണ്, ജില്ലയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 10 കിലോമീറ്റർ പോയാൽ കാടാണ്. ഞാൻ താമസിക്കുന്ന ടൗണിലാണെങ്കിലും കാടാണ്. 10 കിലോമീറ്റർ 12 കിലോമീറ്റർ പോയാലും അവിടുന്ന് രാത്രിയിൽ തേക്ക് തടി മോഷ്ടിച്ച് കൊണ്ടുവന്ന് വിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരെയൊക്കെ അറിയപ്പെടും തടിക്കള്ളന്മാരെന്നാണ്. ചാനൽ നടത്തിയാലും തടിക്കള്ളനല്ലേ, അല്ലേ? അവരുടെ ബാക്ക്ഗ്രൗണ്ട് അതല്ലേ, അതാണല്ലോ അവരുടെ ബാക്ക്ഗ്രൗണ്ട്. നാളെ പോക്കറ്റടിക്കാർക്ക് ഒരു ചാനൽ തുടങ്ങിക്കൂടെ? തടിക്കള്ളന്മാർക്ക് ചാനൽ തുടങ്ങാമെങ്കിൽ പോക്കറ്റടിക്കാരൻ എന്താ കുഴപ്പം? പോക്കറ്റടിക്കാർക്കും ചാനൽ തുടങ്ങാം. ഈ ചാനലിൽ വന്നിരിക്കുന്ന മുഖം ആരുടെയാണ്? നമ്മുടെ മാധ്യമരംഗത്തിന് അപമാനമായൊരു മുട്ടയല്ലേ ഇതിനകത്ത് വന്നിരിക്കുന്നത്? അപമാനം എന്ന് പറയും. ആളുകൾ കൂടുതൽ കാണുന്നു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല ഹരീഷ്ണ. ആളുകൾ അങ്ങനെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നത്. ചീമൊട്ടയാണത്, അത് ചീമൊട്ടയാണ്. പിന്നെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ കൊണ്ടുപോയ ഒരു പുതിയടത്ത് നമ്പൂതിരി, എന്തുവരുന്ന ഇടെ, പഴയിടം നമ്പൂതിരി കൊടുത്തപ്പോഴേ അത് ആഹാരം പോരാ, അത് പഴയിടം നമ്പൂതിരി, അങ്ങനെ ഒരു നമ്പൂതിരി ആയിപ്പോയല്ലോ. അത് ബ്രാഹ്മണിക്കൽ ഹെജിമനിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ അധമൻ, അയാളെ യഥാർത്ഥത്തിൽ ശരിക്കും ഇയാൾ ആരാണെന്ന് പറഞ്ഞത് നമ്മുടെ പോങ്ങുമൂട് മാത്രമേ ഉള്ളൂ. പോങ്ങുമൂടം പറഞ്ഞ ഭാഗമൊന്നും ഞാൻ കമൻറ്റ് എടുക്കുന്നില്ല. ആപ്റ്റാണ്, പോങ്ങുമൂടം പറഞ്ഞാണ് ആപ്റ്റായിട്ട് ഈ മുട്ടയെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. അയാളാണ് ഇതിൻ്റെ ഒരു മുഖം. ഞാൻ പറഞ്ഞത്,
നമ്മുടെ മറ്റൊരു ചാനലിൽ ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ച വ്യക്തിയാണ്. അതിന്റെ വിഷ്വൽസും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് എന്താണ് ഇതിന്റെ നിയമവശങ്ങൾ, എങ്ങനെയാണ് ഇതിൽ തട്ടിപ്പ് നടത്തിയത്. 2017 പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു സർക്കുലർ ചട്ടം പാസ്സാക്കുന്നു. ആ ചട്ടത്തിലാണ് ഇവർ പറയുന്നത് 1964 പട്ടയ ഭൂമിയായിരിക്കണം. അത് മാത്രമല്ല, നട്ടമരമോ ക്ലിർത്ത മരമോ അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിയ മരമോ ആകണം, ചന്ദനമല്ലാത്ത മരമാകണം, പട്ടയത്തിന്റെ ഷെഡ്യൂളിൽ ചെയ്യപ്പെട്ടതായിരിക്കരുത്, ഇതിൽ പട്ടയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഷെഡ്യൂൾ ചെയ്യപ്പെട്ട മരമാകരുത് എന്നുള്ള രീതിയിലൊക്കെയുള്ള നിയമവശങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഇതിനെ എതിർത്തുകൊണ്ട് 2017 ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പുതിയ ചട്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുൺകുമാർ മറ്റൊരു ചാനലിൽ ഇരുന്ന് പറഞ്ഞതാണ്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ന്യായീകരിക്കുകയാണ്, പട്ടയ ഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു അല്ല, കാശ് കൊടുത്താൽ എന്തും ചെയ്യുന്നവനുണ്ടല്ലോ. അതെ, അതൊന്നും ഒരു പത്രപ്രവർത്തനമല്ല, വയറുവഴുപ്പിൻ്റെ കാര്യമാണ്. അതായിക്കോട്ടെ, അയാൾക്ക് വരെ നല്ല ജോലിയുള്ളവനായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചാണല്ലോ ആ ചാനലിൻ്റെ റെക്കോർഡ്. അപ്പം അവർ വന്ന പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. ഈ തടിമോഷണത്തിൽ അവർ മാത്രമാണോ ഇടപെട്ടിരിക്കുന്നത്? ഗവൺമെൻറ് അന്വേഷിക്കാൻ ധൈര്യമുണ്ട്. ഈ തടിമോഷണത്തിൻ്റെ കൂട്ടുനിന്ന കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഉണ്ട്. അയാളിലേക്ക് അന്വേഷണം പോകുമോ? ആ ചീഫ് സെക്രട്ടറി ജീവിതത്തിലേക്ക് അന്വേഷണം പോകുമോ? ആ ചീഫ് സെക്രട്ടറി നശിപ്പിക്കാൻ ശ്രമിച്ച IASകാരിലേക്ക് അന്വേഷണം പോകുമോ? പോവില്ല. അതാണ് പറഞ്ഞത്, അനിയൻ ബാവായും ചേട്ടൻ ബാവായും കളിച്ചാൽ സോഷ്യൽ മീഡിയ ഇവിടെ ഉണ്ട്. അത് മറക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ ബൂമറാങ് പോലെ നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചു കുത്തും എന്നാണ് ഇപ്പോഴത്തെ ഭരണക്കാരോടെല്ലാം എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിൽ ഇവർ ഈ അഴിമതി, ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ് ഈ രീതിയിൽ മെസ്സിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് 210 കോടി രൂപയോളം കളക്ട് ചെയ്തു. 210 കോടി രൂപ അവർക്ക് നൽകി എന്നൊക്കെയാണ് പറഞ്ഞത്. അതിന് പ്രത്യേകിച്ച് രേഖകളൊന്നുമില്ല. അതിൽ ഒപ്പുവെച്ചതാകട്ടെ, അതായത് ഇതിനെ സാക്ഷിയായിട്ട് പ്രധാനമായും സർക്കാർ അംഗീകരിച്ച് ഇവരെ സ്പോൺസറായി അംഗീകരിക്കുന്നതിന് മുന്നേ തന്നെ ഇതിലേക്ക് ഇത് ഞങ്ങളിത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ കരാർ, അതായത് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് അവരുണ്ടാക്കി എന്ന് പറയപ്പെടുന്ന കരാറിൽ സാക്ഷിയായി ഒപ്പുവെച്ചത് സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷനായിരുന്ന ഷറഫുദ്ദീനാണ്. അദ്ദേഹം ഒരു സംസ്ഥാന സർക്കാർ ഒരു കരാർ ഉണ്ടാക്കുന്നതിന് മുന്നേ, അതായത് ഇവരെ സ്പോൺസറായി അംഗീകരിക്കുന്നതിന് മുന്നേ മറ്റൊരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്, സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ എന്ന ഡെസിഗ്നേഷൻ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ സംസ്ഥാനത്തിൽ ഇത്തരത്തിൽ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ എന്ന പേരിലല്ല ഒപ്പിട്ടത്, അദ്ദേഹം എൻ്റെ സ്വന്തം പേരിലാണ്. അതെങ്ങനെയാണ് സാധ്യമാകുക? ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ പ്രകാരം പോലും ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് ആണ് സ്പോർട്സ് കൗൺസിൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എന്ന ഡെഫിനിഷൻ കീഴിൽ വരുന്നതാണ്. അങ്ങനെ ഒരു പദവിയിൽ ഇരിക്കുന്ന വ്യക്തിത്വം എങ്ങനെയാണ് ഈ രീതിയിൽ അധപ്പതിക്കുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടബിലിറ്റി? അയാൾക്കെന്താ അക്കൗണ്ടബിലിറ്റി? ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ഒരു അക്കൗണ്ടബിലിറ്റി ഇന്നലെ വന്നൊരുത്തനെ പിടിച്ചോടെ വെച്ചു, നാളെ ഇളങ്ങ് പോവുകയും ചെയ്യും. ഞാൻ ചോദിച്ചില്ലേ, മുഹമ്മദ് ഹനീഫ് എന്ന് പറഞ്ഞ IASകാരൻ്റെ ഈ ഫയൽ വന്നല്ലേ, അദ്ദേഹം ഒപ്പുവെച്ചില്ലല്ലോ. എന്താ ഒപ്പുവെക്കാഞ്ഞത്? ഞാൻ IAS സ്പോർട്സ് സെക്രട്ടറി എന്നുള്ള നിലയിലല്ല, മുഹമ്മദ് ഹനീഫ് എന്നുള്ള പേരിലാണ് ഒപ്പുവെച്ച് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. ആ ഫയൽ കണ്ടപ്പോൾ തന്നെ അതിനകത്തെ അപകടം അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു, അദ്ദേഹം തിരിച്ചയച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചർച്ചയുടെ വിഷയമാണ് ഹരീഷ. അതാണ് ഞാൻ പറഞ്ഞത്. മുഹമ്മദ് ഹനീഫ് ഒപ്പുവെക്കാൻ വിസമ്മതിച്ച ഫയല് എങ്ങനെ മുഹമ്മദ് ഹനീഫിനെ മാറ്റിയിട്ട് ആരൊപ്പ് വെച്ചു? ഇതിൻ്റെ പിന്നിൽ കേരളത്തിലെ പഴയ ചീഫ് സെക്രട്ടറിക്ക് പങ്കുണ്ടോ? എന്ത് പങ്കാണുള്ളത്? ഈ ചാനലിന് മരം മുറിക്കാൻ അനുമതി കൊടുത്തതിൽ പഴയ ചീഫ് സെക്രട്ടറിക്ക് പങ്കുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് പങ്കാണ്? അയാളുടെ പേരിൽ എന്ത് നടപടിയാണ് ഗവൺമെൻറ് എടുക്കാൻ പോകുന്നത്? പങ്കുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, കുറ്റവാളിയാണെങ്കിൽ കയ്യാൻ വെച്ച് ജയിലിലടയ്ക്കണം. അതിന് തൻ്റെ ഇവിടെ ഉണ്ടോ ഗവൺമെൻറ്റിന്? ഇതാണ് നമ്മൾ 102 പേരുടെ ഭൂരിപക്ഷം ഇല്ലേ? ഇനി എന്താ ജനം തരേണ്ടത്? 102 പേരെ തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘടകകക്ഷി, മുസ്ലിം ലീഗ് അടക്കമുള്ള ഒരു ഘടകകക്ഷി വിചാരിച്ചാലും തൽക്കാലം ഈ ഗവൺമെൻറ്റിനെ തൊടാൻ പറ്റില്ല. ധൈര്യമായിട്ട് ഭരിക്കാനുള്ള ഭൂരിപക്ഷം VD സതീശൻ്റെ നിയമസഭയിലുണ്ട്. ഇനി ഭരിക്കാൻ തടസ്സം എന്താ? നമ്മളെന്താ ചെയ്യേണ്ടത്? ജനം വോട്ട് ചെയ്തില്ലേ? അപ്പോൾ ഇവിടെ ഈ മരമുറി ചാനലുകാരൻ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചവനെ ആരൊക്കെയാണ്, എന്ത് കാപട്യമാണ് ചെയ്തത്? എത്ര കോടി രൂപയാണ് ഖജനാവിന് നഷ്ടമുണ്ടാക്കിയത്? നഷ്ടമുണ്ടാക്കിയില്ലെങ്കിൽ ജനങ്ങളെ എങ്ങനെയാണ് വഞ്ചിച്ചത്? എങ്ങനെയാണ് കബളിപ്പിച്ചത്? ഒരു ജനതയെ കബളിപ്പിക്കുന്നതും ക്രിമിനൽ കുറ്റമല്ലേ? അപ്പം ഇത് അടുത്ത് പോലും പോയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഒരു മാധ്യമത്തിന്റെ മുതലാളി വന്നിരുന്നിട്ട് പറയുകയാണ്, പോലീസിനെയും ഞങ്ങൾ നിരത്തും. എന്താണ് അയാൾക്ക് അതിനുള്ള യോഗ്യത? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ അങ്ങനെ പറയുന്നത്? ഈ GCDയുടെ കല്ലൂർ സ്റ്റേഡിയം കൊടുത്തതിൻ്റെ സ്ഥലത്ത് അതെ അതെ അതിനൊരു നേതാവ് ഉണ്ടായിരുന്നു, അതൊരു സഖാവല്ലായിരുന്നു, ചന്ദ്രൻപിള്ള. അതെ, ചന്ദ്രൻപിള്ള പേഴ്സണലി നല്ല സഖാവ്, ഒരു കറപ്ഷനുള്ള ആളല്ല. ചന്ദ്രൻപിള്ള ഇതിനകത്ത് വലിയടാക്കിയാന്ന് വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടെ. ചന്ദ്രൻപിള്ള മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടന്നത്, ട്രേഡ് യൂണിയൻ നേതാവാണ്, അത്രയും എനിക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് ഈ കല്ലൂർ സ്റ്റേഡിയം പോയത്? എങ്ങനെയാണ് കല്ലൂർ സ്റ്റേഡിയം ഇവർക്ക് കൊടുത്തത്? 5 ലക്ഷം രൂപ ഒഴിവാക്കി കൊടുക്കുകയാണ്, ഒരു രീതിയിലുള്ള ചർച്ചയുമില്ലാതെ മുഖ്യമന്ത്രി. അത് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ഇതിൻ്റെ വേരുകൾ
വളരെ ആഴത്തിലാണ്. ആ വേര് മുഴുവൻ തോണ്ടിയെടുക്കാനുള്ള ആയുധം ഇവരുടെ കയ്യിലുണ്ട്. അതിനുള്ള ആത്മബലം സതീശൻ്റെ ഗവൺമെൻറ്റിനുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു ചാനലെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിനെ വിരട്ടാൻ വരരുത്. ഈ ചാനലിൻ്റെ മുന്നിൽ, റിപ്പോർട്ടർ ചാനൽ റേറ്റിംഗ് എവിടെ വേണേലും ആയിക്കോട്ടെ, ഈ ചാനലിൻ്റെ മുന്നിൽ അല്ല, ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, പണ്ടൊരിക്കൽ പിന്നെ മനോരമയുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് കെ നായനാർ ആ യോഗത്തിൽ വെച്ച് തന്നെ പറഞ്ഞു, ഒത്തിരി പേര് വായിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പത്രം നന്നാകണമെന്നില്ല, അശ്ലീല പ്രസിദ്ധീകരണങ്ങൾ എത്രയോ പേര് വായിക്കുന്നു, അത് നന്നായും എന്ന് നയനാർ ചോദിക്കാൻ കഴിയുന്ന കാലിബറുള്ളൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. മനോരമയുടെ ഒരു എഡിഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോയ നയനാർ പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അതിനിപ്പോൾ ഒരു പഴയ കാലം, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ട് കാര്യം. പക്ഷേ കുറേ പേര് കാണുന്ന ഒരു ചാനലാണെന്ന് പറഞ്ഞ് ഒരു ചാനൽ ചെയ്ത മോഷണം, കള്ളത്തരം, കാപട്യം, നികുതി വെട്ടിപ്പ്, പണാപഹരണം അത് തടയാൻ ശ്രമിക്കരുത്. സത്യസന്ധമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അവർ തെറ്റുകാരല്ലെങ്കിൽ അവരെ ഹോണ്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അവർ തെറ്റുകാരാണ് എങ്കിൽ എത്ര സ്വാധീനമുള്ളവനായാലും ഏത് മാധ്യമമായാലും അതെത്ര പേര് കാണുന്നതായാലും ശരി, ഗവൺമെൻറ് നടപടിയെടുക്കണം. മെസ്സിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. മെസ്സി വന്നല്ലോ ഇന്ത്യയിൽ, ഇല്ലേ? അതിന് പിന്നെ ആ കമ്പനിയുടെ റിപ്പോർട്ടർ ചാനൽ നടത്തിപ്പുകാരൻ്റെ വന്ന് പറഞ്ഞത് ഇന്ത്യയിൽ എവിടെയെങ്കിലും വന്നാൽ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. എന്ത് അയാൾ? അപ്പോൾ ഞാനതാ പറഞ്ഞത്, വളരെ ബോധപൂർവം ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. ഈ വഞ്ചനയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ, അഴിമതിക്ക് അർഹിക്കുന്ന ശിക്ഷ, പണാപഹരണത്തിന് അർഹിക്കുന്ന ശിക്ഷ, ഇത് തീർച്ചയായിട്ടും അവർ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് മുക്കാം എന്ന് വിചാരിക്കരുത്. പഴയ പോലെ പൊതുജനം കഴുതയല്ല, പൊതുജനം പെട്ടെന്ന് മറക്കും. പക്ഷേ അവരെ ഓർമ്മിപ്പിക്കാൻ സോഷ്യൽ മീഡിയ രംഗത്തുണ്ട്. പണ്ടായിരുന്നു 2 പത്രങ്ങളെ കൈകാര്യം ചെയ്താൽ മതി, അതിനുള്ള ടിപ്പ് കൊടുത്താൽ മതി, പരസ്യം കൊടുത്താൽ മതി, പിന്നെ അവരെഴുതത്തില്ല. മനോരമയ്ക്കും മാതൃഭൂമിക്കും പരസ്യം കൊടുത്താൽ പിന്നെ അവരൊന്നും എഴുതത്തില്ല. പക്ഷേ പരസ്യം വാങ്ങിക്കാത്ത സോഷ്യൽ മീഡിയ രംഗത്തുണ്ട്. ഓരോ വ്യക്തിയും പത്രക്കാരനാണ്. അതുകൊണ്ട് മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച ഇതിൻ്റെ ആളുകൾ, അതായത് പിന്നെ റിപ്പോർട്ടർ ചാനലിലെ ആളുകൾ, അതിൻ്റെ ഉത്തരവാദികൾ, യഥാർത്ഥത്തിൽ അവർ കുറ്റവാളികളാണെങ്കിൽ അവരെ നിയമത്തിൻ്റെ മുന്നേ കൊണ്ടുവരികയും അവരർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം, യഥാർത്ഥത്തിൽ കുറ്റവാളികളാണെങ്കിൽ. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് മാധ്യമത്തിനും സ്റ്റേറ്റിനും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. മാധ്യമങ്ങൾ കാവൽ നായ്ക്കളായി മാറുന്ന ഒരു കാലമാണ്. കാവൽ നായ്ക്കളാണ് മാധ്യമങ്ങൾ. പക്ഷെ അത് മറന്നുകൊണ്ട് കൃത്രിമത്വം കാണിച്ചും അഴിമതികൾ നടത്തിയും പണം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ തുടങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ജനത്തെ കബളിപ്പിക്കാൻ നോക്കരുത്. ഓരോ ജനതയും പത്രക്കാരാകുന്ന ഒരു സമയം കൂടിയാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. സോഷ്യൽ മീഡിയ അത്രത്തോളം തന്നെ പവർഫുള്ളാണ് ഈ കാലഘട്ടത്തിൽ. ഒപ്പം മന്ത്രിസഭയ്ക്ക് വലിയ രീതിയിലുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നിങ്ങൾ സ്റ്റേറ്റ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. ഭരണഘടനാപരമായി സ്റ്റേറ്റിന് വളരെ കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഉത്തരവാദിത്ത രാഹിത്യത്തോടു കൂടി പെരുമാറിയാൽ ജനം പഠിപ്പിക്കും. അത് ഈ സർക്കാരിനെയാണെങ്കിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അല്ല, സതീഷ്